നമസ്കാരം. വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള രൂത്ത് എന്ന സ്ത്രീരത്നത്തെപ്പറ്റി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇസ്രായേൽ രാജ്യത്തിൻ്റെ ആദ്യത്തെ രാജാവാണ് ശൗൽ. ശൗലിനു ശേഷം ഇസ്രായേൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും മഹാനായ രാജാവായിരുന്നു രണ്ടാമത്തെ രാജാവായ ദാവീദ്. ദാവീദിൻ്റെ ഭരണകാലത്ത് രാജ്യം വലിപ്പത്തിലും പ്രാധാന്യത്തിലും വളർന്നു. ദാവീദിൻ്റെ കഥ ആരംഭിക്കുന്നത്, ദാവീദിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ദാവീദിൻ്റെ വല്യമ്മച്ചിയായ രൂത്തിൽ നിന്നാണ്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് രൂത്ത് എന്ന സ്ത്രീയെയാണ്. ഇസ്രായേലിയർ സാധാരണയായി സ്വദേശം വിട്ട് പോകുമായിരുന്നില്ല. മറ്റു ദേശക്കാരെ വിവാഹം കഴിക്കുന്നതും അസാധാരണമായിരുന്നു. ഇസ്രായേൽ ദേശത്ത് വലിയ ഒരു ക്ഷാമമുണ്ടായി. അപ്പോൾ യഹൂദ്യയിലെ ബേത്ലഹേം പട്ടണത്തിൽ താമസിച്ചിരുന്ന എലീമേലെക്ക് എന്നയാൾ തൻ്റെ കുടുംബത്തോടൊപ്പം മോവാബ് നാട്ടിൽ ചെന്ന് അവിടെ താമസിക്കാൻ ആരംഭിച്ചു. അയാളുടെ ഭാര്യയുടെ പേര് നവോമി എന്നും മക്കളുടെ പേര് മഹ്ലോൻ എന്നും കില്യോൻ എന്നും ആയിരുന്നു. അവിടെ പാർത്തു വരുമ്പോൾ എലീമേലെക്ക് മരിച്ചുപോയി. നവോമിയുടെ കൂടെ 2 മക്കൾ അവശേഷിച്ചു. അവർ മോവാബിയ ദേശക്കാരായ ഓർപ്പയെയും രൂത്തിനെയും വിവാഹം കഴിച്ചു. ഏകദേശം 10 വർഷം കഴിഞ്ഞപ്പോൾ മഹ്ലോനും കില്യോനും മരിച്ചുപോയി. ബേത്ലഹേമിൽ നിന്നും വന്നവരിൽ ഇപ്പോൾ നവോമി മാത്രമായി. കുറേ കാലം കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചുവെന്ന് നവോമി കേട്ടു. ഇസ്രായേലിൽ കൃഷിക്ക് പിന്നെയും നല്ല വിളവ് ഉണ്ടായി തുടങ്ങി. അപ്പോൾ അവൾ തൻ്റെ മരുമക്കളോടൊത്ത് യഹൂദയിലേക്ക് യാത്ര തിരിച്ചു. അവർ മരുമക്കളോട്, നിങ്ങളുടെ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളുക, അവിടെ നിങ്ങളുടെ അമ്മമാരുടെ കൂടെ താമസിച്ചുകൊള്ളൂ. നിങ്ങൾ എന്നോടും മരിച്ചുപോയവരോട് നല്ലവരായി പെരുമാറിയതുപോലെ ദൈവം നിങ്ങളോടും നല്ലവനായി പെരുമാറട്ടെ. കർത്താവ് നിങ്ങൾക്കിരുവർക്കും പുതിയ ഭർത്താക്കന്മാരെയും പുതിയ കുടുംബങ്ങളെയും നൽകട്ടെ എന്നിങ്ങനെ പറഞ്ഞ് ചുംബിച്ചുകൊണ്ട് അവരെ യാത്രയാക്കാൻ തുടങ്ങി. ഇല്ല, ഞങ്ങൾ അമ്മയുടെ കൂടെ വരികയാണ്, അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മക്കളെ, നിങ്ങൾ പോകണം, നവോമി വീണ്ടും പറഞ്ഞു. എൻ്റെ കൂടെ വന്ന് പിന്നെയും വിധവകളായി എന്തിനു കഴിയണം? യഹോവ എനിക്ക് വിരോധമായിരിക്കുകയാണ്. നിങ്ങളെ ഓർത്ത് എനിക്ക് വളരെ ദുഃഖമുണ്ട്. പിന്നെയും അവർ കരയാൻ തുടങ്ങി. ഒടുവിൽ ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ചിട്ട് അവളുടെ വീട്ടിലേക്ക് യാത്രയായി. എന്നാൽ രൂത്ത് പോവുകയില്ലെന്ന് നിർബന്ധം പിടിച്ചു. അപ്പോൾ നവോമി രൂത്തിനോട് പറഞ്ഞു, നിന്റെ സഹോദരി സ്വന്തക്കാരുടെ അടുത്തേക്ക് പോയല്ലോ, അവളുടെ കൂടെ നീയും പൊയ്ക്കൊള്ളുക. അപ്പോൾ രൂത്ത്, ഇല്ല, ഞാൻ പോകില്ല, ദയവ് ചെയ്ത് എന്നോട് പോകാൻ പറയല്ലേ. അമ്മ എവിടെ പോയാലും ഞാൻ അവിടെ വരും. അമ്മ ജീവിക്കുന്നിടത്ത് ഞാനും ജീവിക്കും. അമ്മയുടെ ആളുകൾ എൻ്റെയും ആളുകൾ. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. എൻ്റെ മരണം കൊണ്ടല്ലാതെ ഞാൻ അമ്മയെ ഉപേക്ഷിച്ച് പോയാൽ ദൈവം എന്നെ ശിക്ഷിക്കട്ടെ എന്നിങ്ങനെ വളരെ നിർബന്ധത്തോടുകൂടി രൂത്ത് പറയാൻ തുടങ്ങി. തന്നോടൊപ്പം പോരുവാൻ രൂത്ത് മനസ്സുറച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ പിന്നീട് നവോമി അവളോടൊന്നും പറഞ്ഞില്ല. അവർ ഒരുമിച്ച് ബേത്ലഹേമിലേക്ക് യാത്ര തുടർന്നു. അവർ അവിടെ എത്തിച്ചേർന്നപ്പോൾ പട്ടണത്തിലെ ജനങ്ങൾ മുഴുവനും വളരെ സന്തോഷിച്ചു. ഇത് നവോമി തന്നെയോ എന്ന് സ്ത്രീകൾ ചോദിച്ചുപോയി. നവോമിയും രൂത്തും ഒന്നും കയ്യിലില്ലാത്തവരായി അഭയാർത്ഥികളെപ്പോലെയാണ് ബേത്ലഹേമിൽ തിരികെ എത്തിയത്. കൊയ്ത്ത് സമയത്ത് വിട്ടുപോകുന്ന കതിരുകൾ പാവങ്ങൾ പറക്കിയെടുക്കുവാൻ അക്കാലത്ത് അനുവദിക്കുന്ന പതിവുണ്ടായിരുന്നു. അവിടെ ധനികനും പ്രസിദ്ധനുമായ ബോവാസ് എന്നു പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. നവോമിയുടെ മരിച്ചുപോയ ഭർത്താവിൻ്റെ ഒരു ബന്ധുവായിരുന്നു ഈ ബോവാസ്. ഒരു ദിവസം രൂത്ത് നവോമിയോട് പറഞ്ഞു, ഇത് കൊയ്ത്തുകാലമാണല്ലോ, കൊയ്ത്തുകാർ കൊയ്യാൻ വിട്ടുപോകുന്ന കതിരുകൾ പെറുക്കാൻ ഞാൻ പോകട്ടെ. എന്നോട് ദയ കാണിക്കുന്ന ആരെങ്കിലും കാണാതിരിക്കുമോ? നവോമി അവളോട്, പൊയ്ക്കൊള്ളു മോളെ എന്ന് മറുപടി പറഞ്ഞു. അങ്ങനെ രൂത്ത് വയലുകളിലേക്ക് പോയി. അവൾ ചെന്നത് ഭാഗ്യവശാൽ ബോവാസിൻ്റെ വയലിലായിരുന്നു. രൂത്ത് വേലക്കാരുടെ പിറകെ അവർ വിട്ടുപോകുന്ന കതിരുകൾ പറിച്ചെടുത്തു. ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോൾ ബോവാസ് രൂത്തിനോട് പറഞ്ഞു, വരൂ മകളെ, ഒരു കഷ്ണം അപ്പം തിന്നാം, അപ്പം ചാറിൽ മുക്കിക്കൊള്ളുക. അങ്ങനെ അവൾ വേലക്കാരോട് ചേർന്നിരുന്ന് ഭക്ഷണം കഴിച്ചു. ബോവാസ് അല്പം മലരും അവൾക്ക് കൊടുത്തു. അവൾ മതിവരുവോളം തിന്നു, അല്പം ശേഷിപ്പിക്കുകയും ചെയ്തു. ആഹാരം കഴിച്ചു കഴിഞ്ഞ് അവൾ പിന്നെയും പെറുക്കാൻ തുടങ്ങി. ബോവാസ് ജോലിക്കാരോട്, അവളെ തടസ്സപ്പെടുത്തരുത്, അവൾ കറ്റകളുടെ ഇടയിൽ നിന്ന് പെറുക്കിക്കൊള്ളട്ടെ,
അവൾക്ക് പെറുക്കിയെടുക്കാനായി നിങ്ങൾ കറ്റകളിൽ നിന്ന് മനഃപൂർവ്വം വലിച്ച് പുറത്തിട്ട് കൊള്ളണം. അങ്ങനെ ജോലിക്കാരോട് ബോവാസ് നിർദ്ദേശം നൽകി. അവൾ പകൽ മുഴുവനും പെറുക്കിക്കൊണ്ടിരുന്നു. സന്ധ്യയോടെ ഒരു കുട്ട നിറയെ ധാന്യം അവൾ പെറുക്കി. അവൾ പട്ടണത്തിലെത്തി താൻ ശേഖരിച്ചത് നവോമിയെ കാണിച്ചു. അവർ ഒരുമിച്ച് ആഹാരം കഴിച്ചു. നീ എവിടെയാണ് കതിർ പെറുക്കിയത്? ആരുടെ വയലിലായിരുന്നു അത്? നിന്നോട് നന്നായി പെരുമാറിയ മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കട്ടെ, നവോമി പറഞ്ഞു. ബോവാസ് എന്നൊരാളുടെ വയലിലാണ് താൻ കതിർ പെറുക്കിയതെന്ന് രൂത്ത് അറിയിച്ചു. ഇസ്രായേലിയരുടെ രാജാക്കന്മാരിൽ ഏറ്റവും മഹാനായ ആൾ ഭാഗികമായി വിദേശിയിൽ നിന്നും ജനിച്ചുവെന്ന് രൂത്തിൻ്റെ കഥയുടെ ഈ ഭാഗം വെളിപ്പെടുത്തുന്നു. ഇസ്രായേലിയർ ദൈവത്തിൻ്റെ പ്രത്യേക ജനമായിരുന്നെങ്കിലും ദൈവം തൻ്റെ പദ്ധതി നിറവേറ്റുവാനായി മറ്റുള്ളവരെയും ഉപയോഗിക്കും. ബോവാസ് രൂത്തിനെ അയാളുടെ ഭാര്യയായി തൻ്റെ വീട്ടിലേക്ക് സ്വീകരിച്ചു. യഹോവ അവളെ അനുഗ്രഹിച്ചു. അവളൊരു മകനെ പ്രസവിച്ചു. സ്ത്രീകൾ നവോമിയോട് പറഞ്ഞു, യഹോവയ്ക്ക് സ്തോത്രം, നിന്നെ സംരക്ഷിക്കാനായി ദൈവം നിനക്കൊരു കൊച്ചുമകനെ തന്നിരിക്കുന്നു. ഈ കുഞ്ഞ് ഇസ്രായേലിൽ പ്രസിദ്ധനായി തീരട്ടെ. നിന്റെ മരുമകൾ നിന്നെ സ്നേഹിക്കുന്നു. 7 ആൺമക്കൾ ചെയ്യുന്നതിലും അധികം ഈ മകൾ ചെയ്തിരിക്കുന്നു. അവൾ ഒരു കൊച്ചുമകനെയും നിനക്ക് തന്നു. അവൻ നിനക്ക് ഒരു പുതിയ ജീവിതം തരും. നിന്റെ വയസ്സുകാലത്ത് നിന്നെ സംരക്ഷിക്കും. നവോമി കുഞ്ഞിനെ കയ്യിലെടുത്ത് താലോലിച്ചു. അവൾ അവനെ വളർത്തി. പട്ടണത്തിലെ സ്ത്രീകളെല്ലാം കൂടി ആ കുഞ്ഞിന് ഒബേദ് എന്നു പേരിട്ടു. നവോമിക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് അവർ എല്ലാവരോടും പറഞ്ഞു. ഒബേദ് ശീശായിയുടെ അപ്പനായിരുന്നു. ശീശായി ദാവീദ് രാജാവിൻ്റെ പിതാവുമായിരുന്നു. ഇതാണ് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള രൂത്ത് എന്ന സ്ത്രീയെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഇത് എത്രമാത്രം. നന്ദി, നമസ്കാരം.